ഹലോ ഇറ്റ്സ് മീ ചിക്കുട്ടി. അപ്പം കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു ബൈക്ക് റൈഡ് പോകണം എന്നുള്ളത്. അപ്പം കുറച്ചൊരു ഹിൽ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ അടിപൊളിയല്ലേ. അപ്പം അങ്ങനെ ഒരു ട്രിപ്പാട്ടോ ഇന്ന്. അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ. അപ്പം ആദ്യം ഫുഡ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മളൊരു ഷോപ്പിൽ നിർത്തി. അപ്പം അവിടെ നിന്ന് കഴിച്ചത് ബെറോട്ടയും ബീഫുമാണ്. ഭയങ്കര കിടിലമായിരുന്നു കേട്ടോ. ഭയങ്കരമെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. ബെറോട്ടയും ബീഫിൻ്റെ പിന്നെ കോമ്പിനേഷൻ നമുക്ക് പിന്നെ പറയണ്ടല്ലോ. ഒരു പീസ് ബീഫ്, ഇച്ചിരി ഉള്ളി, ഒരു മടക്ക്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. ഈ സ്ഥലം കണ്ടപ്പം ഇപ്പം തന്നെ കുറേ പേർക്ക് മനസ്സിലായി കാണും അല്ലേ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതെ, പൊന്മുടിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വിൻ്റർ തുടങ്ങിയല്ലോ, സോ തണുപ്പൊക്കെ ഉണ്ടാവും. ആൾക്കാരൊക്കെ വരുന്നതിന് മുമ്പേ പോകാം എന്നുള്ള രീതിക്കാണ് പൊന്മുടി പോകാം എന്ന് വിചാരിച്ചത്. അപ്പോൾ പൊന്മുടിയിൽ എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട്. അപ്പം ഒരു ബൈക്കിൽ 2 പേരാണെങ്കിൽ 100 റുപ്പീസാണ്. ബൈക്ക് പ്ലസ് ആ 2 ആൾക്കും കൂടെ. അതിൽ ഒരാളാണെങ്കിൽ 60 ആണ്. അങ്ങനെ ഞങ്ങൾ കുറേ നല്ല സ്പോട്ടൊക്കെ കണ്ടു. അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതെല്ലാം എൻ്റെ റീൽസിൽ കൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവണം. കാണാത്തവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലും അതേപോലെ തന്നെ യൂട്യൂബിലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറക്കാതെ കാണാൻ മാത്രമല്ല സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്ന സമയത്ത് നമ്മൾ ബൈക്കിലിരുന്ന ഹെൽമെറ്റൊക്കെ ഇതേപോലെ പറഞ്ഞു. നല്ല കാറ്റുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി ഒരു 9 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 11:30, 12 ഒക്കെ ആയി. ഞങ്ങളിങ്ങനെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് പോയത്. കുറേ റീൽസൊക്കെ എടുത്ത് അങ്ങനെയാണ് പോയത്. നമ്മൾ മുകളിലെത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ വെയിലും ഉണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അങ്ങനെ വലിയ തണുപ്പുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂടുണ്ടായിരുന്നില്ല, പക്ഷേ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ടോപ്പ് മോസ്റ്റ് പോയിൻ്റ് എക്കോ ടൂറിസം അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ദൂരം നടക്കുകയൊക്കെ ചെയ്തു. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഭയങ്കര ചൂടൊന്നും തോന്നില്ല. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ ആക്ച്വലി 12 o'clock 12:30 ഈ ടൈമിലൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ നമുക്കങ്ങനെ ചൂടൊന്നും ഫീൽ ചെയ്യില്ല. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം കുറച്ച് റീൽസൊക്കെ എടുത്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു 1 o'clock ഒക്കെ ആയപ്പം അവിടെ നിന്ന് തിരിച്ചായിരുന്നു. അങ്ങനെ നേരെ പോയി അവിടെ ഇപ്പം പുതിയൊരു അമ്യൂണിറ്റി സെൻറ്റർ ഉണ്ട്. അപ്പം അവിടെ പോയിട്ട് ഞങ്ങൾ ആദ്യം വാഷ്റൂമിലൊക്കെ പോയി, പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചു. പിന്നെ അതിനുശേഷം മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നു. അപ്പോൾ ഐസ്ക്രീം കുടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ച് തണുത്തു. അപ്പോൾ കുറച്ച് ചായ വേണം എന്ന് പറഞ്ഞ് കുറച്ച് താഴത്തേക്ക് വന്നിട്ട് കുറേ ഷോപ്പുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആട്ടോ. പക്ഷേ ഈ ഫുഡ് ഐറ്റംസൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നാറുണ്ട്. അപ്പം ബ്രെഡ് ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര കിടലാണ്. അങ്ങനെ നിങ്ങൾ തിരിച്ചിറങ്ങി നമ്മളൊരു കുഞ്ഞ് വാട്ടർഫോൾ കണ്ടു. അങ്ങനെ വലിയ വാട്ടറൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരു കുഞ്ഞൊരു നാരോ ആയിട്ട് ഇച്ചിരി ഒരു വാട്ടർഫോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്നു. പക്ഷെ ആ വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ വെള്ളത്തിൽ കുറച്ച് നേരം നിന്നു. പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം ഫോട്ടോയും റീലും ഒക്കെ ആണല്ലോ. അങ്ങനെ കുറേ ഫോട്ടോയും റീലും ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം ആ വാട്ടറിൽ നിന്നു. ഭയങ്കര ഒരു റിഫ്രഷ്മെൻ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. അപ്പം അതിൽ ഈ കാല് വെക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഭയങ്കര നല്ലൊരു റിഫ്രഷ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം വെയിലൊക്കെ കൊണ്ട് അത്യാവശ്യം നനഞ്ഞു. ഞങ്ങളിനി നല്ല വിശപ്പിൻ്റെ വെളിയിൽ വന്നുകൊണ്ട് ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ ഇറാനിയിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. മന്തിയാണ് നമ്മൾ കഴിച്ചത്. അവിടുത്തെ ഒരു ഇറാനി സ്പെഷ്യൽ മന്തിയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ മന്തിയൊക്കെ കഴിച്ചു. ഒരു ഫുൾ മന്തിയും പിന്നെ ഒരു ക്വാർട്ടർ മന്തിയും നമ്മൾ മേടിച്ചു. നമ്മുടെ ഫുഡ് ഇവിടെ നിന്നാണ് ഗൈസ് കഴിച്ചിരിക്കുന്നത്. പീസ് വളരെ ചെറുതായിരുന്നു ഗൈസ്. കണ്ണപ്പനല്ല, ഉണ്ണിക്കുട്ടൻ ഉടക്കി ചെറിയ പീസിനെ വലിയ പീസാക്കി തന്നു പോയി. അങ്ങനെ നമ്മൾ പൊന്മുടിയിൽ നിന്ന് നെടുമങ്ങാട് പോകുന്ന റൂട്ടിലാണ് കേട്ടോ ഈ ഒരു ഷോപ്പുള്ളത്. ഇവിടെ നമുക്ക് ഫ്രൂട്ട് സർബത്ത് കിട്ടും. ഇറ്റ്സ് പ്രിറ്റി മച്ച് ഫേമസ്. എനിക്കൊന്ന് ട്രിവാൻഡ്രംകാർക്ക് അറിയാം ഈ സ്ഥലം. നെടുമങ്ങാടൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരുപാട് റീൽസും വ്ളോഗും ഒക്കെ ഈ ഒരു പ്ലേസിനെ, പ്രത്യേകിച്ച് ഈ ഒരു ആൻറ്റീരിയർ ഷോപ്പിനെ പറ്റിയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഷോപ്പൊന്നുമില്ല, ഇതേപോലെ കുഞ്ഞൊരിതാണ്. പക്ഷേ ഇവിടെ കിട്ടുന്ന ഫ്രൂട്ട് സർബത്ത് പണ്ട് 50 രൂപയായിരുന്നു, ഇപ്പോൾ 70 റുപ്പീസ് ആക്കി. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് വർത്ത്. നമ്മൾ 2 എണ്ണമാണ് പറഞ്ഞത്. കാരണം മന്തിയൊക്കെ കഴിച്ചതിന് ശേഷം കൂടുതൽ കുടിക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് 2 എണ്ണമാണ് പറഞ്ഞത്. പക്ഷേ ഈ 2 എണ്ണം എന്ന് പറഞ്ഞാൽ ഈ 140 റുപ്പീസിനാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. ഇതൊരു 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. അപ്പോൾ റൂട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നീ പൊന്മുടി പോകുന്നവർ ഈ സ്ഥലം മിസ് ചെയ്യാതിരിക്കാൻ നോക്കാം. ഓക്കെ ദെൻ ബൈ.